പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ചില ദിവസങ്ങൾക്ക് ശേഷം ഒരിക്കൽ കൂടി ദൈവ മക്കളോടുകൂടെ ഒരുമിച്ചായിരിക്കുവാൻ ദൈവം തരുന്ന ഈ അവസരത്തിനായിട്ട് ദൈവത്തിന് നന്ദി കരേറ്റുന്നു. സഭയിലെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ നാട്ടിലായിരിക്കുന്നു. ഒരു പാസ്റ്റർ എന്ന നിലയ്ക്ക് സഭയിലെ എല്ലാ ദൈവ മക്കളെയും വളരെ മിസ് ചെയ്യുന്നു. ദൈവം വളരെ വേഗം തന്നെ ഞങ്ങൾക്ക് തിരിച്ച് നിങ്ങളോട് കൂടെയൊക്കെയും ആയിരിക്കുവാൻ ഇടയാക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിവിടെ വന്ന് ഇവിടെ നടത്തുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യം കൃപയും വളരെ അറിയുന്നു. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികളെ ഞങ്ങൾ കാണുന്നു. അതിനായിട്ടൊക്കെയും ദൈവത്തിന് നന്ദി കരേറ്റുന്നു. ഇന്ന് ഈ ചർച്ച് സർവീസിലേക്ക് വന്നിരിക്കുന്ന എല്ലാ ദൈവ മക്കളെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ എപ്പോഴും നമ്മൾക്ക് അനുഗ്രഹത്തിന്റെ സമയമാണ്, സന്തോഷത്തിന്റെ സമയമാണ്, ആത്മീയ നിറവിന്റെ സമയമാണ്. ഇന്ന് നമ്മൾക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മളോട് സംസാരിക്കും, ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഈ സമയം 128 സങ്കീർത്തനം നമ്മൾക്ക് വായിക്കാം. Psalm 128. അവിടെ ഇങ്ങനെ പറയുന്നു: യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. ഇന്ന് നമ്മൾ അല്പസമയത്തേക്ക് ധ്യാനിക്കുവാൻ പോകുന്നത് എങ്ങനെ യേശുവിനോട് കൂടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭവനം പണിയാം എന്നുള്ളതാണ്. The title for today's message is Building a Blessed Home with Jesus. സങ്കീർത്തനം 128 വായിക്കുമ്പോൾ അവിടെ യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറയുന്നു. അതായത് യഹോവയെ ഭയപ്പെട്ട് ദൈവഭക്തിയിൽ ദൈവത്തിന്റെ വഴികളിൽ തന്നെയും തന്റെ കുടുംബത്തെയും നയിക്കുന്ന മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. അവന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അവന്റെ കൈകളുടെ അധ്വാന ഫലം അവൻ തിന്നും. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്നവരാണെങ്കിൽ നമ്മളുടെ കൈകളുടെ അധ്വാന ഫലം നാം കഴിക്കുമെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ കൈകളും കൊണ്ട് ചെയ്യുന്ന പ്രവർത്തികൾ നമ്മുടെ അധ്വാനമാണ്, അല്ലേ? നമ്മുടെ ജോലികൾ, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അധ്വാനമാണ്. അതിന് ഫലമുണ്ടാകും, അതിന്റെ ഫലം നാം തിന്നും. അതിനെ പറയുന്നു നമുക്ക് നന്മ വരും. ഹല്ലേലൂയ. ഒന്ന്, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. രണ്ടാമതായിട്ട് പറയുന്നു, നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ഇരിക്കും. നിന്റെ ഭാര്യ ഫലപ്രദമായ ഒരു മുന്തിരിവള്ളി ആയിരിക്കും. അവളിൽ നിന്ന് ദൈവത്തിന്റെ ഫലം പുറപ്പെടും. മൂന്നാമതായിട്ട്, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. ഹല്ലേലൂയ. ദൈവം നിനക്ക് മക്കളെ തന്ന് അനുഗ്രഹിക്കും. അവർ ഒലിവ് തൈകൾ പോലെ നിന്റെ മേശയ്ക്ക് ചുറ്റുമായിരിക്കും. ഫ്രൂട്ട്ഫുൾനെസ്, ഫലപ്രദമായ ഒരു കുടുംബം. അതുപോലെ പറയുന്നു, നിന്റെ ആയുഷ്കാലമൊക്കെയും യഹോവ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഹല്ലേലൂയ. നിന്റെ മക്കളെ മാത്രമല്ല, മക്കളുടെ മക്കളെയും നീ കാണും. ദൈവത്തിന് സ്തോത്രം. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ യോശുവ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണുന്നു. യോശുവ മിസ്രയീം ദേശത്ത് ദൈവത്തിന്റെ മക്കൾ അവിടെ അടിമകളായിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അവനും അടിമത്വത്തിൽ കൂടിയൊക്കെ കടന്നുപോയി. ഒരു ദിവസം ദൈവത്തിന്റെ ദാസനായ മോശയിൽ കൂടി ദൈവം ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ച് വാഗ്ദത്ത ദേശത്തേക്ക് മരുഭൂമിയിൽ കൂടി അവരെ നയിക്കുവാൻ തുടങ്ങി. ആ സമയത്ത് മോശയോട് കൂടെ ജോഷുവ ചേർന്നു. മോശയുടെ ശുശ്രൂഷകനായി മോശയോടൊപ്പം നടന്നു.
മോശ ദൈവത്തോട് മുഖത്തോട് മുഖം സംസാരിക്കുമ്പോൾ മോശയ്ക്ക് കാവലായി യോശുവ നിന്നു. മോശയെ ശുശ്രൂഷിച്ചു, മോശയിൽ നിന്ന് പഠിച്ചു. അത് മോശയുടെ കാലം കഴിഞ്ഞപ്പോൾ ദൈവം ജോഷുവയെ തെരഞ്ഞെടുത്തു മോശയുടെ സ്ഥാനം എടുക്കുവാൻ. എന്നിട്ട് ഇസ്രായേൽ മക്കളെ വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിപ്പിച്ചത് യോശുവ ആണ്. എന്നിട്ട് അവർക്ക് ദൈവം അവർക്കായിട്ട് ഓഹരിയായിട്ട് ഒരുക്കിയിരുന്നതിനെ യോശുവ ആണ് അവർക്ക് വിഭജിച്ചു കൊടുത്തത്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് യോശുവയുടെ അവസാന കാലം വരുമ്പോൾ ഹിസ് ഫൈനൽ സ്പീച്ച് ടു ഹിസ് പീപ്പിൾ അവസാനമായിട്ട് പറയുകയാണ്. യോശുവ 24:15 വാക്യത്തിൽ യോശുവ ഇങ്ങനെ പറയുന്നു: യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്ക് അക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവീൻ. യോശുവ പറയുകയാണ്, നദിക്കക്കരെ, അതായത് യോർദാൻ നദിക്ക് അക്കരെ, അതായത് നിങ്ങൾ യോർദാന്റെ അപ്പുറത്ത് മിസ്രൈം ദേശത്ത് വിട്ടേച്ചു പോകുന്ന ദേവന്മാരെ നിങ്ങൾ അവരെ ഇനി സേവിക്കുമോ, അതോ ഈ നിങ്ങൾക്ക് ദൈവം വാഗ്ദത്തമായിട്ട് തരുന്ന ദേശത്തുള്ള പരദേവന്മാരെ അവരെ സേവിക്കുമോ എന്ന് നിങ്ങൾ തീരുമാനിച്ചു കൊള്ളുക. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഹല്ലേലൂയ. യോശുവ പറയുന്നത് എന്താണ്? ഞാൻ പോന്ന ആ പഴയ ജീവിതത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല, ഞാനും എൻ്റെ കുടുംബവും തിരിഞ്ഞു നോക്കത്തില്ല. ഞങ്ങൾ വിട്ടുപോകുന്ന ദേവന്മാരെ ഞങ്ങൾ ഇനിയും സേവിക്കത്തില്ല. അതുപോലെ ഞാൻ ഈ വാഗ്ദത്തത്താൽ പ്രാപിക്കുന്ന ഈ ദേശത്തേക്ക് വരുമ്പോൾ ഇവിടെയുള്ള മറ്റു ദേവന്മാരെയും ഞാൻ സേവിക്കുകയില്ല. ഞാനും എൻ്റെ കുടുംബവുമോ ജീവിക്കുന്ന യഹോവയെ മാത്രം സേവിക്കും. ഉറപ്പോടെ ആണ് യോശുവ പറഞ്ഞത്, ധൈര്യത്തോടെയാണ് യോശുവ പറഞ്ഞത്. ഒരു സംശയവുമില്ലാതെ യോശുവ തന്റെ കുടുംബത്തെ പറ്റി പറയുകയാണ്. നാമും നമ്മളുടെ അവസാനം വരുമ്പോൾ നമുക്കും ആ ധൈര്യം ഉണ്ടാകണം. യോശുവ പറഞ്ഞ ഞാൻ യഹോവയെ സേവിക്കുമെന്ന് മാത്രമല്ല, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. God never calls one man alone. God calls a man and his family to serve him. ഒരു വ്യക്തിയെ ദൈവം തെരഞ്ഞെടുക്കുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ കുടുംബവും ആ വ്യക്തിയെ പോലെ ദൈവത്തെ സേവിക്കുന്ന കുടുംബമാകണം. അതിന്റെ അർത്ഥം എന്തുവാണ്? ആ വ്യക്തി പുറത്ത് പ്രസംഗിക്കുക മാത്രമല്ല, അവരുടെ കുടുംബത്തിലും അയാളുടെ ഭാര്യയും മക്കളും ദൈവത്തെ അതുപോലെ ഭയപ്പെടുകയും ദൈവത്തെ അതുപോലെ സേവിക്കുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ടതാണെന്നാണ് അതിന്റെ അർത്ഥം. യോശുവ അതാണ് ധൈര്യത്തോടെ പറഞ്ഞത്. എനിക്ക് ഉറപ്പാണ്, കാരണം ഞാൻ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളെയും അതുപോലെയാണ് പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതുപോലത്തെ വിശ്വാസത്തിലാണ് അവർ മുൻപോട്ട് വന്നിരിക്കുന്നത്. അല്ലാതെ ഞാൻ ഒരു രീതിയിലും എൻ്റെ ഭാര്യ വേറൊരു രീതിയിലും അല്ല ദൈവത്തെ സേവിക്കുന്നത്. ഞങ്ങൾ വചനത്തിൽ കാണിച്ചു തരുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തെ മാറ്റി ഞങ്ങളൊരു കുടുംബമായിട്ടാണ് ദൈവത്തെ സേവിക്കുന്നത്. ദൈവം നമ്മളെ വിളിക്കുന്നത് കുടുംബങ്ങളായിട്ടാണ് തന്നെ സേവിക്കുവാൻ. ഒരു കുടുംബമായിട്ട് ദൈവത്തെ സേവിക്കുന്ന ഒരു ജനം, ആ ഭവനം അവരെപ്പോഴും ആത്മീയമായിട്ട് വളരുന്ന ഒരു ഭവനമാണ്. അതുകൊണ്ട് ദൈവമക്കൾ മനസ്സിലാക്കുക, ഇഫ് യു ആർ സർവിംഗ് ഗോഡ്, serve him as a family. You will go through many experiences, but you will spiritually mature in Christ, every one of you. ഒരു കുടുംബമായിട്ട് നമ്മൾ ദൈവത്തെ സേവിക്കുമ്പോൾ നമ്മൾ പല അവസ്ഥകളിൽ കൂടി കടന്നു പോകും. എന്നാൽ അതിൽ കൂടി എല്ലാം നമ്മൾ ആത്മീയമായിട്ട് വളരുവാൻ ഇടയാകുകയും ചെയ്യും. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവമക്കൾ എപ്പോഴും താല്പര്യമുള്ളവരായിരിക്കുക. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോശുവയിലേക്ക് നോക്കുമ്പോൾ എങ്ങനെയാണ് യോശുവയ്ക്ക് ഇങ്ങനെ ഒരു ഉറപ്പ് ഉണ്ടായത്? എങ്ങനെയാണ് യോശുവയുടെ അവസാന കാലം വന്നപ്പോൾ ഇങ്ങനെ പറയുവാൻ സാധിച്ചത്? എന്താണെന്നറിയാമോ അതിന്റെ കാരണം? യോശുവ തന്റെ കുടുംബത്തെ വളർത്തിക്കൊണ്ട് വന്നത് ദൈവം മോശയിൽ കൂടി വെളിപ്പെടുത്തിയ കാര്യങ്ങൾക്കനുസരിച്ചായിരുന്നു. ആവർത്തന പുസ്തകം 6-ാം അധ്യായം നോക്കുമ്പോൾ ഡ്യൂട്രോണമി ചാപ്റ്റർ 6, അവിടെ ദൈവം ഇസ്രായേൽ മക്കളോട് മോശയിൽ കൂടി കൽപ്പിച്ചു. എന്താണ് പറഞ്ഞത്? ആവർത്തന പുസ്തകം 6-4-5 വാക്യങ്ങൾ. ആദ്യമേ ദൈവയോട് പറയുവാണ്, ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഒരു കുടുംബമായിട്ട് ദൈവത്തെ സേവിക്കുന്നുവെങ്കിൽ എങ്ങനെയാണ് ആദ്യമേ ചെയ്യേണ്ടത്? എന്തുവാണ്? കുടുംബത്തിന്റെ നാഥൻ, അതായത് പിതാവ്, മാതാവ്, മക്കൾ എല്ലാവരും നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം.
Your love towards God should be the foundation of your family life. നിങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള നിങ്ങളുടെ സ്നേഹമായിരിക്കണം. ഞാൻ ദൈവത്തെ, യഹോവയെ മാത്രം സ്നേഹിക്കും, യഹോവയെ മാത്രം സേവിക്കും. അതായിരിക്കണം നമ്മളുടെ. അതുകൊണ്ടാണ് പറയുന്നത് നിന്റെ ദൈവം ഏകനാകുന്നു. പല ദൈവങ്ങളല്ല, നിന്റെ ദൈവം ഏകനാകുന്നു. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അടുത്തതായിട്ട് പറയുന്നു 6-ാം വാക്യം, ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കണം. ഇവിടെയാണ് ഒരു ചെവിയിൽ കൂടി കേട്ട് മറ്റു ചെവിയിൽ കൂടെ അങ്ങ് പോകുക എന്നല്ല പറഞ്ഞത്. നിങ്ങൾ ചെവിയിൽ കൂടെ കേട്ട് മനസ്സിലാക്കി അത് നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ഹല്ലേലൂയ. ഇങ്ങനെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ വചനം നിങ്ങൾ കേട്ട് ഒരു ചെവിയിൽ കൂടെ കേട്ട് മറ്റൊരു ചെവിയിൽ കൂടെ വിടാതെ നിങ്ങളുടെ ഹൃദയമാകുന്ന നല്ല മണ്ണിലേക്ക് ഈ വചനമാകുന്ന ആ ഒരു ദൈവികമായിട്ടുള്ള ആ ഒരു വിത്തിനെ സ്വീകരിക്കുക. യാക്കോബ് 1:21 വാക്യം പറയുന്നു, ജെയിംസ് 1:21, ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുകയും. ഹല്ലേലൂയ. ആദ്യമേ ഹ്യൂമിലിറ്റി വേണം, സൗമ്യത. ഓരോ പ്രാവശ്യം ദൈവവചനം കേൾക്കുമ്പോഴും സൗമ്യത ഉണ്ടാവണം. സൗമ്യതയോടെ നമ്മുടെ ഹൃദയത്തിലേക്ക് അത് സ്വീകരിക്കണം. ഇതൊക്കെ ഞാൻ കേട്ടിട്ടുള്ള, ഞാൻ യൂട്യൂബിൽ കേട്ടു, മറ്റിടത്ത് കേട്ടു, ആ പാസ്റ്റർ പറഞ്ഞ കേട്ടു, അത് സൗമ്യതയല്ല. ദാറ്റ് ഈസ് പ്രൈഡ്. ഇതൊക്കെ എനിക്ക് അറിയാവുന്നതാ, അല്ലെ പാസ്റ്റർ ഈ മെസ്സേജ് 2 വർഷം മുമ്പ് പറഞ്ഞതാ. ഇതൊന്നുമല്ല. സൗമ്യത എന്ന് പറഞ്ഞാൽ, ദൈവമേ ഇന്ന് ഞാൻ കേൾക്കുന്ന വചനം അങ്ങ് ഇന്ന് എന്നോട് സംസാരിക്കുന്ന വചനമാണ്. അത് ഇന്ന് എന്നോട് വീണ്ടും പറയുന്നുവെങ്കിൽ അത് അങ്ങേക്കൊരു ഉദ്ദേശമുണ്ട്. അതാണ് സൗമ്യത എന്ന് പറയുന്നത്. ഒന്ന്. രണ്ടാമത്, ഉൾനട്ട വചനം. അതിന്റെ അർത്ഥം എന്തോ? ആ വചനം അത് നടുകയാണ്. ഉൾനട്ട വചനമാണ് നമ്മളെ രക്ഷിക്കുന്നത്. പലപ്പോഴും നമ്മളുടെ ഹൃദയത്തിൽ ആ വചനം ഉൾനട്ടതാകുന്നില്ല. എഴുതിയെടുക്കുക വചനങ്ങൾ, വീട്ടിൽ പോയി ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക, അങ്ങനെ അത് ഉൾനട്ടതാകട്ടെ. അങ്ങനെയാകുമ്പോൾ ദൈവം പറഞ്ഞ കാര്യം ഇവിടെ നമ്മൾ പ്രാവർത്തികമാക്കുകയാണ്. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. ഗ്രഹനാഥന്മാരെ, മാതാപിതാക്കളെ, ആദ്യമേ ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കണം. അടുത്തതായിട്ട് 7-ാം വാക്യം, ആവർത്തന പുസ്തകം 6:7 വാക്യം, നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. നിന്റെ ഹൃദയത്തിൽ ഉള്ളതാണ് നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുവാൻ പറ്റുന്നത്. നിന്റെ ഉള്ളിൽ ദൈവവചനം ഇല്ലെങ്കിൽ നിന്റെ മക്കൾക്കും നിനക്ക് ഉപദേശിച്ചു കൊടുക്കാൻ ഒന്നുമില്ല. അതുകൊണ്ട് ആദ്യമേ ദൈവത്തെ സ്നേഹിക്കുക പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ. രണ്ടാമത് ദൈവത്തിന്റെ വചനം നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. മൂന്നാമത് ദൈവത്തിന്റെ വചനം നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുക. നമ്മൾ ധ്യാനിക്കുന്നത് എന്താണ്? എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനം പണിയുന്നത് യേശുവിനോട് കൂടെ. നമ്മൾ എങ്ങനെയാണ് ദൈവം മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കേണ്ടത്? വചനം പറയുന്നു 7-ാം വാക്യം, നീ വീട്ടിൽ ഇരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കണം. നീ വീട്ടിലിരിക്കുമ്പോൾ, വഴി നടക്കുമ്പോൾ, കിടക്കുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ അവയെക്കുറിച്ച് സംസാരിക്കണം. ഇന്ന് പലരുടെയും ജീവിതത്തിൽ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഉള്ള ഒരു കാര്യം എന്താണ്? മൊബൈൽ, ഇന്റർനെറ്റ്, ചാറ്റിംഗ്, സോഷ്യൽ മീഡിയ, ഓൺലൈൻ ഗെയിംസ്, അല്ലേ? ദൈവം പറഞ്ഞ എന്താണ്? അന്നേ ദൈവത്തിന് അറിയാമായിരുന്നു 2025 വരുമ്പോഴത്തേന് ഇങ്ങനെ ആയിരിക്കുമെന്ന്. അതുകൊണ്ടാണ് ദൈവം അന്നേ പറഞ്ഞത്, നിന്റെ ഭവനത്തിൽ നീ വീട്ടിൽ ഇരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ദൈവവചനത്തെ കുറിച്ച് സംസാരിക്കണം. നീ സംസാരിച്ചില്ലെങ്കിൽ അതിന് പകരം അവരുടെ ജീവിതത്തിൽ വേറെ കാര്യങ്ങൾ സ്ഥലമെടുക്കും. മനസ്സിലാകുന്നുണ്ടോ? If you don't fill your home with the word of God and prayer, other things will take its place. അതുകൊണ്ട് അനുവദിക്കരുത്. എല്ലാത്തിനും ഒരു ദൈവികമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ടാകണം. കുഞ്ഞുങ്ങളോട് ഇന്ന് സംസാരിക്കണം. മാതാപിതാക്കൾ ഓരോ ദിവസവും, ഭർത്താക്കന്മാർ, പിതാക്കന്മാർ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരു അരമണിക്കൂർ ഓരോ ദിവസവും കുഞ്ഞുങ്ങൾക്കായിട്ട് മാറ്റിവെക്കുക. അല്ലെങ്കിൽ 1 മണിക്കൂർ പറ്റുമെങ്കിൽ മാറ്റിവെക്കുക. അവരോട് ചില ഗെയിംസ് ഒക്കെ കളിക്കുക, സംസാരിക്കുക, ഒരുമിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ദൈവവചനത്തിൽ നിന്നൊക്കെ സംസാരിക്കുക കുഞ്ഞുങ്ങളെടുക്കെ. അവരുടെ ഓഫീസിലെ സ്കൂളിലെ കാര്യങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടായത്, എന്നിട്ട് ഒരു ദൈവികമായിട്ടുള്ള ഉത്തരങ്ങൾ കൊടുക്കുക, അവർക്ക് മനസ്സിലാക്കുവാൻ സഹായിക്കുക. അങ്ങനെയാണ് വളരേണ്ടത്. അപ്പോൾ ഈ ലോകത്തിലെ കാര്യങ്ങൾ ഇങ്ങനെ കടന്നു വരികത്തില്ല.
ഇവിടെ പറയുന്ന 8-ാം വാക്യം, അവയെ അടയാളമായി, അതായത് ദൈവവചനത്തെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം, അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം. ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ പേപ്പറിലൊക്കെ എഴുതിക്കൊണ്ട് പോവുക, ഓഫീസിൽ അല്ലെ സ്കൂളിൽ ധ്യാനിച്ചുകൊണ്ടേ ഇരിക്കുക, വാൾപേപ്പറായിട്ടൊക്കെ ഇടുക കമ്പ്യൂട്ടറിൽ. അപ്പൊ എപ്പോഴും നമ്മുടെ കൺമുമ്പിൽ കാണും ദൈവവചനം. അല്ലെ മൊബൈൽ എല്ലാം ലാപ്ടോപ്പ് എല്ലാം വാൾപേപ്പറൊക്കെ ഇടുക, ഒരു ബൈബിൾ വേഴ്സ് എപ്പോഴും നമ്മുടെ കൺമുമ്പിൽ അത് കാണും. അവയെ നിന്റെ വീടിന്റെ കട്ടളകളിന്മേലും പടിവാതിലുകളിലും എഴുതേണം. വീട്ടിൽ എപ്പോഴും ദൈവത്തിന്റെ വചനം, വാഗ്ദത്തങ്ങൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അത് കാണുവാൻ, വായിക്കുവാൻ, ധ്യാനിക്കുവാൻ, അതിൽ കൂടി ഉറപ്പ് ലഭിക്കുവാൻ അവർക്ക് മുൻപേ വെക്കണം. അടുത്തതായിട്ട് ഈ അധ്യായത്തിൽ തന്നെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നീ വാഗ്ദത്ത ദേശത്തെത്തും. എന്നിട്ട് ദൈവം പറയുവാണ്, നീ നിറയ്ക്കാതെ സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും, നീ കുഴിക്കാത്ത കിണറുകളും, നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നിന്നെ അടിമ വീടായ മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. ദൈവം പറയുന്നത് എന്താണ്? നീ പ്രയത്നിക്കാതെ തന്നെ നിനക്ക് പല അനുഗ്രഹങ്ങൾ ഞാൻ തരും. എന്നാൽ അതെല്ലാം പ്രാപിച്ച് അതിൽ നീ സന്തോഷിക്കുമ്പോൾ നിന്റെ അടിമ വീടായ മിസ്രൈം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. When you are blessed, don't forget God. Continue to fear him and serve him only. അതാണ് ദൈവം പറയുന്നത്. അനുഗ്രഹം പ്രാപിച്ചു കഴിയുമ്പോൾ ദൈവത്തെ മറന്നു പോകുന്നവരാകരുത്. അനുഗ്രഹത്തിലും ദൈവത്തെ ഓർത്തുകൊണ്ട് എപ്പോഴും ദൈവഭയത്തോടെ ജീവിക്കുന്നവരാകണം നമ്മൾ, മാതാപിതാക്കളും കുഞ്ഞുങ്ങളും. എന്നിട്ട് 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, ഒരു കാലത്ത് നിന്റെ മക്കൾ നിന്നോട് ചോദിക്കും, അപ്പാ അമ്മ, എന്താണ് നമ്മൾ ഈ പറയുന്ന സാക്ഷ്യങ്ങളുടെ ഒക്കെ അർത്ഥം? അന്ന് ആ കുഞ്ഞുങ്ങളോട് പറയണം, മക്കളെ, എങ്ങനെ നമ്മുടെ ദൈവമായ യഹോവ നമ്മളെ മിസ്രൈം ദേശത്ത് നിന്ന് പുറത്തു കൊണ്ടുവന്നു, അത്ഭുതങ്ങൾ ചെയ്തു, അനുഗ്രഹിച്ചു, നമ്മളെ ഇതുവരെ എത്തിച്ചു എന്ന് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ ആവേണം ഭവനങ്ങളിൽ നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുമായിട്ടായിരിക്കുന്നത്. ഓരോ ദിവസവും ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ, ആ സാക്ഷ്യങ്ങൾ കുഞ്ഞുങ്ങളോട് ഷെയർ ചെയ്യുക. അവർ മനസ്സിലാക്കട്ടെ നമ്മൾ വിശ്വസിക്കുന്നത് എന്തിലാണെന്ന്. ഇന്ന് പല ഭവനങ്ങളിലും മാതാപിതാക്കൾ മൗനമായിരിക്കുകയാണ്, പ്രത്യേകിച്ച് പിതാക്കന്മാർ. ഇന്ന് പിതാക്കന്മാർ വിചാരിക്കുന്നത് ആത്മീയമായിട്ട് ഭവനത്തിലെ ആത്മീയ വളർച്ചയുടെ ഉത്തരവാദിത്വം മാതാക്കൾക്കാണെന്ന്, അല്ലെ ഭാര്യമാർക്കാണെന്ന. എന്റെ ഉത്തരവാദിത്വം ജോലി ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. അല്ല, ഇത് ഞാൻ പറഞ്ഞതല്ല, ബൈബിൾ പറയുന്നതാണ്. വേദവസം വായിച്ചു നോക്കിയാൽ പിതാക്കന്മാർക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. എഫേസ്യർ 5:22-23 വാക്യം വായിക്കുമ്പോൾ 23-ാം വാക്യത്തിൽ പറയുന്നത്, ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. അതിന്റെ അർത്ഥം ഒരു ഭവനത്തിന്റെ തലയെന്ന് പറയുന്നത്, ഹെഡ് ഓഫ് ദ ഫാമിലി ഈസ് ദ ഫാദർ. ഒരു ഭവനത്തിന് ആത്മീയമായിട്ട് ക്രിസ്തു സഭയ്ക്ക് തലയാകുന്നത് പോലെ, ആത്മീയമായിട്ട് ഇരിക്കുന്നത് പോലെ, ഒരു ഭവനത്തിന് ഭാര്യയ്ക്ക് ഭർത്താവ് തലയായിരിക്കണം. അതുകൊണ്ട് ഭർത്താവ് ഒരു ഭവനത്തിന്റെ സ്പിരിച്വൽ ആത്മീയമായിട്ടുള്ള ആ ഒരു ചുമതല ഏറ്റെടുക്കണമെന്നാണ് ഈ വാക്യം പറയുന്നത്. രണ്ടാമതായിട്ട് വചനം പറയുന്ന എഫേസ്യർ 6:4 വാക്യം, പിതാക്കന്മാരെ, എന്താ പറയുന്നത്? പിതാക്കന്മാരെ, മാതാക്കളെ എന്നല്ല പറയുന്നത്, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയും പാദോപ്യദേശത്തിലും പോറ്റി വളർത്തുവീൻ. Fathers, do not provoke your children to wrath, but bring them up in the training and admonition of the Lord. ഇതപ്പോ ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഭാര്യയുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണോ? ഇവിടെ പറയുന്ന ഫാദേഴ്സ് എന്ന അതിന്റെ അർത്ഥം, പിതാക്കന്മാരെ, ഇത് നിങ്ങളുടെ ചുമതലയാണ്. നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പാദോപ്യദേശത്തിലും പോറ്റി വളർത്തുവീൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കുക, ഒരു ഭവനത്തിൽ പിതാക്കന്മാർക്ക് വലിയൊരു ചുമതലയുണ്ട് ആത്മീയമായിട്ട്. നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിന്റെ തലയാണ്. യേശു സഭയുടെ തലയായിരിക്കുന്നത് പോലെ ഭർത്താക്കന്മാർ ഭവനത്തിന്റെ തലയാണ്. നിങ്ങളുടെ ഭാര്യയ്ക്ക്, മക്കളെ പ്രത്യേകിച്ച് പിതാക്കന്മാരെ ബാലശിക്ഷയും പാദോപദേശത്തിനും പോറ്റി അവരെ വളർത്തുക. ഭാര്യയ്ക്ക് ക്രിസ്തുവിനെ പോലെ തലയായിരിക്കുക. ഹല്ലേലൂയ. അങ്ങനെയാണ് നമ്മൾ ഒരു ദൈവികമായ ഭവനത്തെ പണിയുന്നത്. പുതിയ നിയമത്തിൽ വരുമ്പോൾ നമ്മൾ 2 വ്യക്തികളെ കാണുന്നു, യോസഫും മറിയയും. യോസഫ് ഒരു തച്ചുകാരനായിരുന്നു, ഒരു തച്ചനായിരുന്നു. ഗലീലയിൽ നസറത്ത് എന്ന് പറയുന്ന പട്ടണത്തിൽ
മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 55-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നു, അവനൊരു തച്ചനായിരുന്നു. വളരെ യങ് ആയിട്ടുള്ള, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, എന്നാൽ അവൻ നീതിമാനായ ഒരു വ്യക്തിയായിരുന്നു. മത്തായി 1:19 വാക്യം വായിക്കുമ്പോൾ പറയുന്നത് യോസെഫ് നീതിമാനായ ഒരു വ്യക്തിയായിരുന്നു. അതിന്റെ അർത്ഥം എന്താണ്? യോസെഫ് ദൈവവചനം പഠിക്കുകയും ആ വചനത്തിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ന്യായപ്രമാണ പുസ്തകങ്ങൾ, പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ, സങ്കീർത്തനങ്ങൾ, ഇതൊക്കെയും വായിച്ച് ഇതൊക്കെയും മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. വചനത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു പുരുഷനായിരുന്നു. അതുപോലെ ദൈവാലയത്തിൽ പോകുന്നവനായിരുന്നു. എപ്പോഴും സന്നിധിയിൽ ദൈവാലയത്തിൽ പോയി ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതേ പട്ടണത്തിൽ മറിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. മറിയയെ പറ്റി പറയുന്ന വളരെ, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം വായിച്ചാൽ അവിടെ പറയുന്ന അവൾ വളരെ താഴ്മയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അതുപോലെ ദൈവത്തെ ഭയക്കുകയും ദൈവത്തിന് സ്തോത്രം കരയറ്റുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അതുപോലെ അവൾ ദൈവിക കാര്യങ്ങളോട് വളരെ വാഞ്ചയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ പുരുഷന്മാരും സ്ത്രീകളും എങ്ങനെയായിരിക്കണം? നിങ്ങൾ വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്നവരാണെങ്കിൽ എങ്ങനെയുള്ളവരായിരിക്കണം എന്നാണ് ഈ വചനമൊക്കെയും പറയുന്നത്. അതുപോലെ വിവാഹം കഴിഞ്ഞാലും നിങ്ങളൊരു പുതിയതായിട്ട് വിവാഹം കഴിച്ചൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്ന വ്യക്തിയായിരിക്കാം. എങ്ങനെയായിരിക്കണം നമ്മൾ എന്നാണ് ഈ വചനം പറയുന്നത്. യോസഫ്, he was a righteous man. Matthew 1:19 says, ദൈവവചനം പഠിക്കുകയും വചനത്തിനനുസരിച്ച് ജീവിക്കുകയും ദൈവാലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. മറിയ കന്യകയായിരുന്നു. അവൾ താഴ്മയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ദൈവത്തെ ഭയക്കുകയും ദൈവത്തിന് സ്തോത്രം കരയറ്റുകയും ചെയ്യുന്നവളായിരുന്നു. അതുപോലെ ദൈവിക കാര്യങ്ങൾക്ക് ഒരു വാഞ്ചയും താല്പര്യമുള്ളവളായിരുന്നു. ഈ യോസഫും മറിയയും തമ്മിൽ വിവാഹം നിശ്ചയിച്ചിരുന്നു. ഇവരുടെ വിവാഹം നടക്കുവാനായിട്ട് വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞാൽ രണ്ടുപേർക്കും, ആ ചെറുക്കനും പെണ്ണിനും, അവർ വളരെ സന്തോഷമാണ്. അവർ നോക്കി ഇരിക്കുന്ന ഒരു ദിവസം എന്താണ്? നമ്മളുടെ വിവാഹ ദിവസം, അല്ലേ? നമ്മുടെ രണ്ട് കുടുംബങ്ങളും വന്നു, നമ്മളുടെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞു. അവർ രണ്ടുപേരും ഇനി നോക്കിയിരിക്കുന്നത് അവർ വിവാഹ ദിവസത്തിന് വേണ്ടിയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും കഴിവതും കാണുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന് കാലത്ത് ഫോൺ വിളിക്കും, അല്ലെങ്കിൽ വാട്സാപ്പ് ഒക്കെ ചെയ്യും. പക്ഷെ അന്ന് കാലത്ത് ഇതൊന്നും ഇല്ല. അപ്പം ഈ യോസഫും മറിയയും തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കാം ചെറിയ രീതിയിൽ അവിടെ ഇവിടെയൊക്കെ. ഒന്ന് ചിന്തിച്ചു നോക്കി, അവരെന്തായിരിക്കും സംസാരിച്ചത് അങ്ങനെയുള്ള വേളകളിൽ? നമ്മുടെ കല്യാണം അടുത്ത് വരിക, അതിനെ പറ്റി രണ്ടുപേരും ദൈവികമായിട്ട് വളരെ താല്പര്യമുള്ള ആൾക്കാരാണ് ദൈവിക കാര്യങ്ങളിൽ. അപ്പൊ തീർച്ചയായിട്ടും ദൈവിക കാര്യങ്ങളായിരിക്കും അവർ സംസാരിച്ചത്, ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ. ഈ ലോകത്തിന്റെ മെശിഹ, നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ഈ ലോകത്തിന്റെ മെശിഹയെ പറ്റിയൊക്കെയും അവർ സംസാരിച്ചുകൊണ്ടുണ്ടായിരിക്കാം. എന്നിട്ട് അവർ പറഞ്ഞു കാണുമായിരിക്കാം, നമ്മൾ രണ്ടുപേരും കല്യാണം കഴിച്ച് ദൈവം നമുക്കൊരു കുടുംബത്തെ തരുമ്പോൾ നമ്മൾ ആ കുടുംബത്തെ യഹോവയെ ഭയപ്പെട്ട് യഹോവയെ സേവിക്കുന്ന ഒരു കുടുംബമായിട്ട് നമുക്ക് വളരണം. നമ്മുടെ മക്കൾ ദൈവത്തെ അറിഞ്ഞു വളരണം. ഇതൊക്കെയും ഇവർ സംസാരിച്ചിട്ടുണ്ടാവാം. അവർ വളരെ സന്തോഷത്തോടെ അവരെ കല്യാണ ദിവസത്തിനായിട്ട് നോക്കിയിരിക്കുകയായിരുന്നു. ഓരോ സംസാരിക്കുമ്പോഴും കൂടുതൽ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ അവർ പറയുകയായിരുന്നു. എല്ലാവരും കാത്തിരിക്കുന്ന മെശിഹായെ പറ്റിയൊക്കെയും അവർ സംസാരിച്ചിട്ടുണ്ടാവാം. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ദൈവത്തിന്റെ ദൂതൻ മറിയയ്ക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം വായിക്കുമ്പോൾ, എന്നിട്ട് ഈ ദൈവത്തിന്റെ ദൂതൻ പറയുന്നു, മറിയേ, നീ ഒരു കുഞ്ഞിന് ജന്മം നൽകും. ഹല്ലേലൂയ. മറിയോട് പറയുകയാണ് 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ, മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. മറിയ ഇത് കേട്ട് ആശ്ചര്യപ്പെട്ടു. ഉള്ളിൽ അവൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ലോകത്തിന്റെ രക്ഷകൻ വരുവാനായിട്ടാണ്. എന്നാൽ ഇപ്പോൾ ദൈവത്തിന്റെ ദൂതൻ പറയുവാണ്, മറിയേ, നിന്റെ ഉള്ളിൽ ഈ രക്ഷകൻ ജനനമെടുക്കും. മറിയയ്ക്ക് അതിശയമായി, ഭയവുമായി. ഇതെങ്ങനെ നടക്കും? ഞാനൊരു പുരുഷനെ അറിഞ്ഞിട്ടില്ല. ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു, 35-ാം വാക്യം, 34-35 വായിച്ചാൽ, മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞു. മറിയോട് പറയുകയാണ്, ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരും. ഇത് അസാധ്യമായ ഒരു കാര്യമാണ്, അത്ഭുതകരമായ ഒരു കാര്യമാണ്.
അതിശയകരമായ കാര്യമാണ്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരുമ്പോൾ ഇത് സംഭവിക്കും. ദൈവ പൈതലെ, നിന്റെ ജീവിതത്തിൽ ഇന്ന് നീ അസാധ്യമായ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോവുകയായിരിക്കാം. നീ പറയുന്നുണ്ടായിരിക്കുക, ദൈവമേ ഇത് അസാധ്യമാണ് എന്റെ ജീവിതത്തിൽ. എന്നാൽ ഇന്ന് നീ കേട്ടതുപോലെ ദൈവഭയത്തിൽ, ദൈവത്തെ സ്നേഹിച്ച് താഴ്മയോടെ ദൈവത്തിന് സ്തോത്രം കരേറ്റി വിശ്വാസത്താൽ ജീവിച്ചാൽ അസാധ്യമായത് നിന്റെ ജീവിതത്തിൽ സാധ്യമാക്കി തീർക്കും ദൈവം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ആ അവസ്ഥയിൽ വന്ന്, ആ സാഹചര്യത്തിൽ വന്ന് അസാധ്യമായിട്ടുള്ളത് നിനക്ക് സാധ്യമാക്കി തരും. മറിയ ഇത് കേട്ടു. മറിയ അവർക്ക് വരാൻ സാധ്യതയുള്ള നാണക്കേടിനെ പറ്റി ചിന്തിച്ചില്ല. കാരണം യഥാർത്ഥമായിട്ട് ലോകപരമായിട്ട് ചിന്തിച്ചു നോക്കിയാൽ ഒരു പുരുഷനെ അറിയാതെ ഒരു സ്ത്രീ ഗർഭം ധരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് നാണക്കേടുണ്ട്, നിന്ദയുണ്ട്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും, മറ്റുള്ളവരെ പുറന്തള്ളും. അവൾ അതൊന്നും ചിന്തിച്ചില്ല. കാരണം മറിയ എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തിന്റെ സമർപ്പണത്തോടെ ജീവിച്ച ഒരു വ്യക്തിയാണ്. മറിയ എന്താണ് പറയുന്നത്? 37, 38 വാക്യങ്ങൾ. ദൈവത്തിന്റെ ദൂതൻ പറയുന്നു, യഹോവ ഇതൊക്കെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലോ അല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. എന്താണ് പറയുന്നത്? കർത്താവെ, എനിക്കിതൊന്നും എങ്ങനെ അതൊന്നും മനസ്സിലാകുന്നില്ല. കാരണം ലോകപരമായിട്ട് ചിന്തിച്ചാൽ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. എന്നാൽ അങ്ങയുടെ വചനത്തിന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ അങ്ങയുടെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. ദൈവ പൈതലേ, ഇന്ന് നിനക്ക് നീ കടന്നു പോകുന്ന ഈ അവസ്ഥയിൽ എങ്ങനെ നീ ഇതിന് പുറത്തു വരുമെന്ന് നിനക്ക് മനസ്സിലാകുന്നില്ലായിരിക്കാം. എന്നാൽ ഇന്ന് ദൈവത്തിന് നിന്നെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണെങ്കിൽ നിനക്കിത് പറയുവാൻ കഴിയണം, ദൈവമേ, ഞാൻ അങ്ങയുടെ ദാസൻ, ഞാൻ അങ്ങയുടെ ദാസി, നിന്റെ വാക്ക് പോലെ എന്റെ ജീവിതത്തിൽ ഭവിക്കട്ടെ എന്ന് പറയാം. അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും അത്ഭുതം സംഭവിക്കും. മറിയ ഇത് സ്വീകരിച്ചു. അടുത്ത പ്രാവശ്യം യോസഫുമായിട്ട് ചിലപ്പോൾ ആ നസറത്തിലെ ഏതെങ്കിലും കുന്നിന്റെ താഴ്വരയിലൊക്കെ ആയിരിക്കാം അവർ കണ്ടത്, എല്ലാ പ്രാവശ്യം കാണുന്നത് പോലെ. അപ്പൊ മറിയ യോസഫിനെ നിർത്തി യോസഫിനോട് മറിയ സംസാരിച്ചു. ഈ പ്രാവശ്യം എല്ലാ പ്രാവശ്യവും എല്ലാം തുറന്നു പറയുന്നു. ഈ പ്രാവശ്യം മറിയ തുറന്നു പറഞ്ഞു യോസഫിനോട്, യോസഫേ, എനിക്കിങ്ങനെ ഒരു ദൈവദൂതൻ എനിക്ക് പ്രത്യക്ഷനായി, എന്നിട്ട് എന്നോട് സംസാരിച്ചു. യോസഫേ, നമ്മൾ ഇത്രയും നാള് കാത്തിരുന്ന് നമ്മൾ പ്രാർത്ഥിച്ച ആ അത്ഭുതം എന്റെ ഉദരത്തിൽ ജനിക്കുവാൻ പോകുന്നു. സന്തോഷത്തോടെയാണ് മറിയ പറയുന്നത്, എന്റെ ഉദരത്തിൽ ജനിക്കുവാൻ പോകുന്നു. നമ്മൾ ഒരുമിച്ച് ഈ കുഞ്ഞിനെ വളർത്താം. നമ്മളാണ് ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന ആ അപ്പനും അമ്മയും ഈ കുഞ്ഞിനെ വളർത്തുവാനായിട്ട്, ഈ ലോകത്തിന് മുഴുവൻ അനുഗ്രഹമാകുവാൻ പോകുന്ന ഈ കുഞ്ഞിനെ വളർത്തുവാനായിട്ട് ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മളെയാണ് യോസഫെ. മറിയ വളരെ നിഷ്കളങ്കയായിട്ടാണ് പറഞ്ഞത്. പക്ഷെ ഇത് യോസഫിന് ഇത് കേൾക്കും തോറും അവന്റെ ഉള്ളിൽ ഒരു വെപ്രാളം വന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഞാൻ അറിയാതെ ഇവർക്ക് എങ്ങനെ ഒരു കുഞ്ഞുണ്ടാകുന്നു? വേറെന്തെങ്കിലും സംഭവിച്ചോ? മറിയ എങ്ങാനും തെറ്റ് ചെയ്തു? ഇതൊക്കെയും ചിന്തിച്ചിട്ടുണ്ടാവാം. അങ്ങനെ പറയുമ്പോൾ ഇവിടെ വചനം പറയുന്നു, മത്തായി 1:19 അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. യോസഫിന്റെ ഉള്ളിൽ ഒരു ചിന്ത വന്നു, വെറുതെ ഒരു നാണക്കേടിന്റെ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ രണ്ടും പ്രവേശിക്കേണ്ട, ആരും അറിയാതെ ഈ ഒരു എൻഗേജ്മെന്റ് അങ്ങ് ബ്രേക്കപ്പ് ചെയ്യാം, ഈ ഒരു വിവാഹ നിശ്ചയം നമുക്ക് ഇവിടെ നിന്നങ്ങ് ഇതങ്ങ് ഉപേക്ഷിക്കാം. അങ്ങനെ അവൻ ചിന്തിച്ചിരിക്കുമ്പോൾ, എന്നാൽ ജോസഫ് പറഞ്ഞു കാണിക്കാം മറിയോട്, നമുക്ക് ഇതിനെപ്പറ്റി പ്രാർത്ഥിക്കാം, ദൈവം ഹിതം വെളിപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞ് അവർ പിരിച്ചിട്ടുണ്ടാവാം. അങ്ങനെ അവൻ നിരൂപിച്ചിരിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 1:20, 21 ഈ വചനം ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ യോസഫ് നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവൻ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസഫെ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകും. അവളൊരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവൻ യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. ദൈവവൈതലേ, നിന്റെ ഭവനത്തിൽ ഭാര്യയും ഭർത്താവും നിങ്ങൾ സംസാരിക്കുമ്പോൾ എന്തേലും ഒരു കാര്യത്തിൽ സംശയങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റിന് എത്തുവാൻ കഴിയുന്നില്ലായിരിക്കാം. എന്ത് ചിന്തിക്കും, എങ്ങനെ ചെയ്യുമെന്ന് നീ നനച്ചിരിക്കുമ്പോൾ, ദൈവത്തിന് സമർപ്പിക്കുന്നുവെങ്കിൽ നീ നനച്ചിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് സംസാരിക്കും. എങ്ങനെയെങ്കിലും വചനത്തിൽ കൂടി ആയിരിക്കാം, ചിലപ്പോൾ ചില വ്യക്തികൾ കൂടി ആയിരിക്കാം. കഴിഞ്ഞ ആഴ്ച ഒരു ദൈവസഭയിൽ ദൈവം കൊണ്ടുപോയി
എനിക്കറിയാതെ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ അവിടെ അവരുടെ ഒരു വിവാഹത്തിനെ പറ്റി ചിന്തിച്ചിരിക്കുന്ന ഒരു വ്യക്തിയോട് ദൈവം അന്നത്തെ ദിവസം സംസാരിച്ചു. ഞാൻ പറയട്ടെ, ദൈവത്തിന് ആരെയും ഉപയോഗിക്കാൻ കഴിയും നിന്നോട് സംസാരിക്കുവാനായിട്ട്. നീ ഒരു നിമിഷത്തിനായിട്ട് നോക്കിയിരിക്കുകയായിരിക്കാം, ദൈവം എന്നോട് സംസാരിച്ചാട്ടെ. ദൈവം ആരെയും ഉപയോഗിക്കും, ഏത് വചനത്തെയും ഉപയോഗിച്ച് ദൈവം നിന്നോട് സംസാരിക്കും. യോസഫ് ഇങ്ങനെ നിലച്ചിരുന്നപ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവനോട് പ്രത്യക്ഷപ്പെട്ടു, അവനോട് സംസാരിച്ചു. വചനത്തിൽ നിന്നാണ് സംസാരിച്ചത്. ഹല്ലേലൂയ. നിന്റെ ഭാര്യ മറിയെ ചേർത്തുകൊള്ളുവീൻ, ശങ്കിക്കേണ്ട, അവൾ ഉണ്ടായിരിക്കുന്നത് ഉത്പാദിതമായിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിൽ കൂടി ഉത്പാദിതമായിരിക്കുന്നതാണ്. യോസഫിന് അപ്പോൾ ഓർമ്മ വന്നു, കാരണം അവൻ വചനം വായിക്കുന്നവനായിരുന്നു. അപ്പോൾ ഓർമ്മ വന്നു, യെശയ്യാ പ്രവാചകൻ യെശയ്യാ 7:14 പറയുന്നത് എന്താണ്? അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ദൈവദാസ നിന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, നീ നിലച്ചിരിക്കുന്ന വേളകളിൽ, നിനക്ക് ഇനി മുൻപോട്ട് എങ്ങനെ പോകണമെന്ന് നിനക്ക് അറിയാതിരിക്കുന്ന വേളകളിൽ, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ദൈവം നിന്നോട് സംസാരിക്കും. നിന്റെ സംശയത്തെ അകറ്റും, നിന്റെ ഡൗട്ട്സിനെ മാറ്റിത്തരും, നിന്റെ വിശ്വാസത്തിൽ നിന്നെ ഉറപ്പിക്കും, നിനക്ക് തീരുമാനം എടുക്കാൻ ദൈവം സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ ഭവനങ്ങളിൽ ദൈവവചനം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം. അപ്പന്മാർ, അമ്മമാർ, കുഞ്ഞുങ്ങൾ, ഭർത്താക്കന്മാർ, ഭാര്യമാർ, കുഞ്ഞുങ്ങൾ, എല്ലാവരുടെയും ഉള്ളിൽ ദൈവവചനം ഉണ്ടായിരിക്കുകയാണ്. ആ വചനത്തിൽ കൂടി ദൈവം നിങ്ങളെ നയിക്കുന്നു. യോസഫിനോട് ദൈവം സംസാരിച്ചപ്പോൾ, പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ വായിച്ചിരുന്നത് കൊണ്ട് യോസഫിന് അപ്പോൾ മനസ്സിലായി, ഇത് യെശയ്യാ പ്രവാചകനിൽ കൂടി ദൈവം പറഞ്ഞതാണ്, കന്യക ഗർഭം ധരിക്കും, ഇത് അവളാണ്, ആ കന്യക മറിയയാണ്. യോസഫിന് പിന്നെ ഒരു സംശയവും ഉണ്ടായില്ല. 24 മത്തായി 1:24, യോസഫ് ഉറക്കമുണർന്നു, കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു, ഭാര്യയെ ചേർത്തുകൊണ്ടു. ഹല്ലേലൂയ. അവളെ തന്റെ ഭാര്യയായിട്ട് സ്വീകരിച്ചു. അങ്ങനെ അവർ വിവാഹം കഴിച്ചു. യേശു ക്രിസ്തു അവരുടെ ഭവനത്തിലേക്ക് ജനിച്ചു. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ രക്ഷകനായ യേശു ഈ മറിയയുടെയും യോസഫിന്റെയും ഭവനത്തിലേക്ക് ജനിച്ചു. യേശു ജനിച്ച വാർത്ത കേട്ട് ഇടയന്മാരൊക്കെ വന്നു. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 8 മുതൽ 19 വരെ വായിക്കുമ്പോൾ, ഇടയന്മാരൊക്കെ വന്ന് ദൈവത്തിന്റെ ദൂതൻ അവരോട് പ്രത്യക്ഷപ്പെട്ടു, അവരോട് സംസാരിച്ചു. ഈ ലോകത്തിന്റെ രക്ഷകൻ ക്രിസ്തു ജനിച്ചിരിക്കുന്നു, നിങ്ങൾ അവനെ തുണിയിൽ ചുറ്റി കിടക്കുന്ന ഒരവസ്ഥയിൽ കാണുമെന്ന് പറഞ്ഞ് അവർ പറഞ്ഞ സ്ഥലത്ത് അവർ ചെന്നു. അവരാ കുഞ്ഞിനെ കണ്ടു, അവനെ ആരാധിച്ചു, സ്തോത്രം കരേറ്റി അവർ തിരികെ പോയി. എന്നാൽ 19-ാം വാക്യം വായിക്കുമ്പോൾ ഇവിടെ പറയുന്നത്, മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു. മാതാക്കളെ, നിങ്ങളോട് ദൈവം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പറ്റി ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുമായിരിക്കാം. അത് മറിയെ പോലെ നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അതെല്ലാരോടും സംസാരിക്കാനുള്ള സമയമായിട്ടില്ലായിരിക്കാം. അതുകൊണ്ട് എന്തേലും ഒരു ഇച്ചിരി കുറച്ച് കേൾക്കുമ്പോഴത്തേന് അതെല്ലായിടത്തും കൊട്ടിഘോഷിക്കാതെ, അതോ നിങ്ങൾ എന്താണ് വലിയ കാര്യം ചെയ്യുന്നത് പോലെ സംസാരിക്കാതെ, അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കി, ദൈവത്തിന് തന്റെ പ്രവൃത്തിയെ പൂർത്തീകരിക്കുവാൻ ഒരു സമയമുണ്ടെന്ന് മനസ്സിലാക്കി, ദൈവത്തിന് സമർപ്പിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ അതിനെ സംഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് അതിന്റെ പൂർണ്ണതയിലേക്ക് അതിനെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എത്തിക്കുക. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അതിനെ സഹായിക്കട്ടെ. മറിയ തന്റെ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു. എന്താണ് ദൈവം തന്റെ മകന്റെ ജീവിതത്തിൽ ചെയ്യുന്നത്? അവളുടെ ചുറ്റും നടക്കുകയായിരുന്ന അത്ഭുതങ്ങൾ, ദൈവവചനത്തിനനുസരിച്ച് ഓരോന്നോരോന്നായിട്ട് ഓരോ പ്രവചനങ്ങളും നിറവേറ്റപ്പെടുകയായിരുന്നു. മറിയ ഇതെല്ലാം ഉള്ളിൽ സംഗ്രഹിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുകയായിരുന്നു. ഹെരോദ രാജാവ് മനസ്സിലായി, ഒരു രാജാവ് ജനിച്ചിരിക്കുന്നു, തന്റെ ഭരണത്തിന്, തന്റെ ആധിപത്യത്തിനെതിരായിട്ട് ഉയരുന്നുവെന്ന് പേടിയുണ്ടായിട്ട് ആ ദേശത്തുള്ളവരെ എല്ലാം അവർ കണ്ടുപിടിക്കുവാനായിട്ട് 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെല്ലാം കൊല്ലുവാനായിട്ട് കൽപ്പിച്ചു. അങ്ങനെ ആയപ്പോൾ ദൈവത്തിന്റെ ദൂതൻ വീണ്ടും യോസഫിന് പ്രത്യക്ഷനായി. മത്തായി 2:13-14 വാക്യങ്ങൾ. എന്നിട്ട് അവൾ യോസഫിനോട് പറയുകയാണ്, ഈ കുഞ്ഞിനെ അമ്മയും എടുത്ത് നീ മിസ്രയീം ദേശത്തേക്ക് പോവുക. അങ്ങനെ യോസഫ് ദൈവത്തിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ അനുസരിച്ച് ഈ കുഞ്ഞിനെ അമ്മയെ എടുത്തുകൊണ്ട് മിസ്രയീം ദേശത്തേക്ക് പോയി അവിടെ പാർത്തു. ഹെരോദ രാജാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ദൂതൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു യോസഫിനോട്, നീ കുഞ്ഞിനെ അമ്മയെ എടുത്ത് തിരികെ പോവുക ഇസ്രായേൽ ദേശത്തേക്ക്. അവിടെ ചെന്നിട്ട് യോസഫ് നസറത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്റെ ഭാര്യയും കുഞ്ഞുമായിട്ട് വന്ന് താമസിച്ചു. എന്താണ് യോസഫിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നത്? യോസഫ് തനിക്ക് ദൈവം തന്ന ഈ മകന്, ദൈവത്തിന് അവന്റെ മേൽ വെച്ചിരിക്കുന്ന വിളിയിലേക്ക് വളരുവാനായിട്ട് നല്ലൊരു അന്തരീക്ഷം, സുരക്ഷിതമായ ഒരു അന്തരീക്ഷം യോസഫ് അവനായിട്ട് ഒരുക്കി കൊടുത്തു. അവന്റെ ഭവനത്തിൽ, അവന്റെ ജീവിതത്തിൽ ഒരു പിതാവെന്ന നിലയ്ക്ക്
ഒരു സുരക്ഷിതമായ അന്തരീക്ഷം തന്റെ മകന് ഒരുക്കി കൊടുത്തു. ദൈവം പറഞ്ഞ തന്റെ മകനെ പറ്റി പറഞ്ഞതെല്ലാം അതുപോലെ അനുസരിച്ചു. പോകാൻ പറഞ്ഞാൽ പോകും, വരാൻ പറഞ്ഞാൽ വരും. അതുപോലെ ആയിരിക്കണം നമ്മളും പിതാക്കളെന്ന നിലയ്ക്ക്. ഒരു ദിവസം മറിയയും യോസഫും ഈ കുഞ്ഞിനെ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കൊണ്ടുപോയി. ലൂക്കോസ് 2:22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് അനുസരിച്ച് ഈ കുഞ്ഞിനെ കർത്താവിന് അർപ്പിക്കുവാനായിട്ട് ദൈവത്തിന്റെ ആലയത്തിലേക്ക് കൊണ്ടുവന്നു. നമ്മളും അങ്ങനെ ആയിരിക്കണം. ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ ദൈവത്തിന് അർപ്പിക്കണം. Children given by God should be dedicated to God at a small age, when they are young, when they are small. ദൈവത്തിന് അർപ്പിച്ചു. അവിടെ എന്ത് സംഭവിച്ചു? ദൈവത്തിന് അർപ്പിച്ചപ്പോൾ ദൈവത്തിന്റെ പ്രവാചകയിൽ കൂടി, ശിമയോനിൽ കൂടി, അന്നായിൽ കൂടി ഒക്കെയും ദൈവം ഈ പൈതലിനെ പറ്റി യോസഫിനോടും മേരിയോടും സംസാരിച്ച് അവരുടെ വിശ്വാസത്തിൽ അവരെ ബലപ്പെടുത്തി. ഹല്ലേലൂയ! വിശ്വാസത്തിൽ ബലപ്പെടുത്തി. ഇത് ദൈവത്തിന്റെ പുത്രൻ തന്നെ, ലോകത്തിന്റെ രക്ഷിതാവ് തന്നെ, രക്ഷകൻ തന്നെ. അവർക്ക് ഉറപ്പ് ലഭിച്ചു. അവർ ഭവനത്തിൽ തിരിച്ചുപോയി. ഒരിക്കൽ ദൈവത്തിന്റെ ആലയത്തിൽ ഇതുപോലെ വീണ്ടും ഈ കുഞ്ഞിനെ കൊണ്ട് 12 വയസ്സൊക്കെ ഉള്ളപ്പോൾ വന്നപ്പോൾ, അത് കഴിഞ്ഞ് ദൈവത്തിന്റെ ആലയത്തിലായി തിരികെ പോകുമ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല. അവനെ തിരക്കി വന്നപ്പോൾ അവൻ ദൈവത്തിന്റെ ആലയത്തിൽ ഇരുന്ന് സംസാരിക്കുന്നത് കേട്ടു. അവർ ചോദിച്ചു, മോനെ എന്താ ഇങ്ങനെ? അപ്പം പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ ആലയത്തിലായിരിക്കുന്നത് നല്ലതെന്ന് നിങ്ങൾക്ക് അറിയയില്ലയോ? അപ്പോൾ അവർക്ക് മനസ്സിലായി, നമ്മുടെ മകൻ നമ്മളോട് പറയുന്നത് അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായുള്ള കാര്യം അവൻ ദൈവത്തിന്റെ ആലയത്തിലായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണ് അവനെ വളർത്തിക്കൊണ്ട് വന്നത്. എന്നിട്ട് വചനം പറയുന്നു, യേശു തന്റെ ഭവനത്തിലേക്ക് മടങ്ങി അവന്റെ മാതാവിനും പിതാവിനും കീഴ്പ്പെട്ടു. ലൂക്കോസ് 1:2-51, 52 വാക്യങ്ങൾ. കുഞ്ഞുങ്ങളെ, ഇങ്ങനെയാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നത്. ഇവിടെ പറയുന്നു, Jesus returned home and was obedient to his parents. And the child grew in wisdom and stature and in favor with God and man. Be obedient to your parents. Then you will grow in wisdom. Then you will grow in stature. Then you will grow in favor with God. Then you will grow in favor with man. That happens only when you are obedient to God. You are disobedient to God and obedient to your parents. If you are disobedient to God, disobedient to your parents, you will not have any favor. You will not have any wisdom. You will not grow in stature and in favor with God and man. It all starts with obedience to your parents. കുഞ്ഞുങ്ങളെ മനസ്സിലാക്കുക. ഹല്ലേലൂയ! യേശു വളർന്നു. ഒരിക്കൽ അവന്റെ അമ്മയോട് കൂടെ ഒരു കല്യാണത്തിന് പോയി, കാനാവിൽ. ആ കല്യാണത്തിൽ അവിടെ വീഞ്ഞ് തീർന്നു പോവുകയാണ്. അപ്പൊ എല്ലാവരും മാതാവിന്റെ അടുത്തേക്ക് വന്നു. മാതാവേ, യേശുവും ഉണ്ടായിരുന്നു, മറിയയും ഉണ്ടായിരുന്നു. മറിയയുടെ അടുത്തിൽ അവർ വന്നു. ആ സംസാരമൊക്കെ ഇടയ്ക്ക് മറിയയും ഉണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്ക് വീഞ്ഞു പോയി. വലിയ നാണക്കേടാണ്. എല്ലാം തീർന്നു പോയിരിക്കുന്ന അവസ്ഥയാണ്. വലിയൊരു കുറവിന്റെ അവസ്ഥ വന്നിരിക്കുകയാണ്. മറിയ എന്താണ് ഉടനെ പറഞ്ഞത്? അവരോട് പറഞ്ഞത്, യേശുവിനെ നോക്കി പറഞ്ഞു. യോഹന്നാൻ 2:5 വാക്യം. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിനെന്ന് പറഞ്ഞു. ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ ക്ഷാമം ഉണ്ടാകുമ്പോൾ ആദ്യമേ നോക്കുക, എന്റെ ജീവിതത്തിൽ എന്റെ ദൈവം കൽപ്പിച്ച എന്തെങ്കിലും ഞാൻ ചെയ്യാതിരുന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ യേശു ഈ വേളയിൽ, ഈ ഒരു കുറവിന്റെ വേളയിൽ നിന്നോട് എന്താണ് ചെയ്യാൻ കൽപ്പിക്കുന്നത്? അത് നീ ചെയ്യുക. അപ്പോൾ നിന്റെ ജീവിതത്തിൽ നിന്റെ കുറവിനെ ദൈവം നികത്തും. അന്ന് ആ കാനാവിൽ വെള്ളത്തെ വീഞ്ഞാക്കിയ അതേ കർത്താവ് ഇന്ന് നിന്റെ ജീവിതത്തിൽ നിന്റെ കുറവിന്റെ സ്ഥലത്ത് നിനക്കായിട്ടുള്ള അത്ഭുതം ചെയ്തു തരും. ഹല്ലേലൂയ! ഒരു കാര്യമേ ഉള്ളൂ. ആ അമ്മയായി മറിയം പറഞ്ഞ എന്താണ്? അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുക. അവർ യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. ആ മൺകുടങ്ങളിൽ വെള്ളമൊഴിച്ചു. പക്ഷെ പുറത്തു വന്നത് എന്താണ്? വീഞ്ഞാണ്. അവർക്ക് ആവശ്യമുള്ളത് ദൈവം നൽകി. ഇന്ന് നിങ്ങൾക്കും ദൈവം കൽപ്പിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്യുമെങ്കിൽ നിങ്ങളുടെ ആ കുറവിന്റെ സ്ഥലത്ത് സമൃദ്ധിയുടെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങളുടെ ഭവനങ്ങളിൽ, കുടുംബത്തിൽ, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അതുണ്ടാകും. മുൻപോട്ട് പോകുമ്പോൾ ഒരിക്കൽ യേശു ഒരു പ്രെയർ മീറ്റിംഗിലായിരുന്നു. ഇതുപോലെ ഒരു സഭാ മീറ്റിംഗിലായിരുന്നു, ചർച്ച് സർവീസിലായിരുന്നു. അവിടെ എല്ലാവരോടും കൂടെ സംസാരിച്ചിരിക്കുമ്പോൾ യേശുവിന്റെ അമ്മയും സഹോദരന്മാരും പള്ളിയിൽ കയറാതെ വെളിയിൽ വന്ന് നിൽക്കുകയാണ്. മീറ്റിംഗ് കഴിയട്ടെ. യേശു ഒരു മീറ്റിംഗിൽ ഉണ്ടെങ്കിൽ വെളിയിലല്ല നിൽക്കേണ്ടത്, അകത്താണ് ഇരിക്കേണ്ടത്. കർത്താവ് സഭയിൽ വന്നിരിക്കുന്നുവെങ്കിൽ ദൈവ മക്കൾ സഭയുടെ വെളിയിലല്ല, സഭയ്ക്ക് അകത്താണ് ഇരിക്കേണ്ടത്. യേശുവിന്റെ അമ്മയും സഹോദരന്മാരും പറഞ്ഞ്, അകത്തെ മീറ്റിംഗ് കഴിയട്ടെ, നമുക്ക് വെളി വെച്ച് കാണാം. യേശുവോടെ പറയുകയാണ്, എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും ആരാണ്? മത്തായി 12:46 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. 49, 50 വായിക്കുകയാണ്. ശിഷ്യന്മാരുടെ നേരെ കൈ നീട്ടി, ഇതാ എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്റെ സഹോദരൻ, സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു. അന്ന് മറിയയ്ക്ക് മനസ്സിലായി,
ഈ ലോകത്തിന്റെ രക്ഷകനായ യേശു, എന്റെ മകനായ യേശു പറയുകയാണ്, ഞാൻ യഥാർത്ഥമായിട്ട് അവന്റെ അമ്മയാണെങ്കിൽ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ അവനായിരിക്കുന്നിടത്തായിരിക്കണം. അവന്റെ വചനം ഞാൻ കേൾക്കണം. അവനോടൊപ്പം എന്റെ മകനും ഞാനും ഒപ്പമായിരിക്കണമെങ്കിൽ ഞാൻ അവന് താല്പര്യമുള്ള കാര്യങ്ങളിൽ, അവനോട് കൂടെ ദൈവികമായുള്ള കാര്യങ്ങളിൽ ഞാനും പങ്കുചേരാം. ആ അമ്മ അത് തന്റെ ഹൃദയത്തോട് ചേർത്ത് അത് ചേർത്തെടുത്തു. അന്ന് മുതൽ ആ അമ്മ ഒരു മാറ്റം തന്റെ ജീവിതത്തിൽ വരുത്തി. യേശു എവിടെയായിരിക്കുമോ അവിടെയൊക്കെയും ആയിരിക്കുവാൻ തുടങ്ങി. യേശുവിന്റെ വചനമൊക്കെയും കേൾക്കുവാൻ തുടങ്ങി. അങ്ങനെയാണ് ആ അമ്മ അവസാനം വരുമ്പോൾ യേശുവിനെ ഒരു ദിവസം ക്രൂശിന്മേൽ ക്രൂശിക്കുകയാണ്. ക്രൂശിച്ച് യേശു ക്രൂശിൽ മരിക്കുന്നു. ആ അമ്മ അന്ന് മുതൽ, തുടക്കം മുതലേ തന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ എല്ലാം അമ്മയ്ക്ക് ഓർമ്മ വന്നു. ഈ ലോകത്തിന്റെ രക്ഷകനായിട്ട് വരും, ക്രൂശിന്മേൽ മരിക്കും. സങ്കടമുണ്ടായി. എന്നാലും അമ്മയ്ക്കറിയാം, എന്റെ മകന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം ഇതായിരുന്നു. അത് നിറവേറ്റപ്പെടുകയാണ്. തന്റെ ദൈവത്തോട് താൻ പറഞ്ഞതാണ്, അങ്ങയുടെ വചനം പോലെ എന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ, അല്ലേ? അതുപോലെ ദൈവം നിറവേറ്റുമ്പോൾ മറിയ അതിന് തന്നെ സമർപ്പിച്ചു കൊടുക്കുകയായിരുന്നു. കൂടുതലായിട്ട് തന്റെ മകൻ ക്രൂശിന്മേൽ ഭരിക്കുന്നത് കണ്ടു. അവിടെ തന്റെ ശരീരം എടുത്തുകൊണ്ട്, തന്റെ മകന്റെ ശരീരം എടുത്തുകൊണ്ട് അടക്കി. അതൊക്കെയും മറിയ കണ്ടു. നമ്മൾ അവിടെ മറിയയുടെ കഥ തീരുന്നില്ല. നമ്മൾ അടുത്തതായിട്ടും അവസാനമായിട്ടും മറിയെ കാണുന്നത് എവിടെയാണെന്ന് അറിയാമോ? യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞേച്ച് ഈ ശിഷ്യന്മാരെല്ലാം ഒരു മാളിക മുറിയിൽ, ഇൻ ദി അപ്പർ റൂം, അവരെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥനയിലായിരുന്നു. വചനം പറയുന്ന അപ്പോസ്തല പ്രവർത്തികൾ 1:14 വാക്യം. അപ്പോസ്തല പ്രവർത്തികൾ 1:14 വാക്യം. സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് ശിഷ്യന്മാരെല്ലാവരും പ്രാർത്ഥന കഴിച്ചു. ശിഷ്യന്മാരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു. അങ്ങനെ ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലാണ് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഇവരുടെ മേൽ തീയായി വന്നിട്ട് ഇവർ അന്യഭാഷയിൽ സംസാരിക്കുകയും കർത്താവിന്റെ ആ ഒരു സാന്നിധ്യം, അനുഗ്രഹം, ആ ആത്മാവിന്റെ നിറവ് ഇവർക്ക് ലഭിക്കുകയും ചെയ്തത്. യോസഫും മറിയയും അവരെ വളരെ യങ്ങായിട്ടുള്ള കാലത്ത് ദൈവത്തെ സ്നേഹിച്ചു. ദൈവഹിതത്തിനനുസരിച്ച് ഒരുമിച്ച് വന്നു. അവർ മനസ്സിലാക്കി, അവരുടെ കുടുംബജീവിതത്തിൽ കൂടി ദൈവം ഉദ്ദേശിക്കുന്നത് ഈ ലോകത്തിന്റെ രക്ഷകനെ അവരുടെ ഭവനത്തിൽ വളർത്തി വലിയവനാക്കി ഈ ലോകത്തിന് ദൈവം ഉദ്ദേശിക്കുന്നതിനായിട്ട് അവനെ ഒരുക്കുവാനായിട്ടാണ്. എന്നെ കേൾക്കുന്ന പിതാവേ, മാതാവേ, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന പൈതലിന് വലിയൊരു ഉദ്ദേശമുണ്ട് ദൈവത്തിന്. അത് നിറവേറ്റുവാനായിട്ടാണ് ആ ദൈവം ആ കുഞ്ഞിനെ നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആ കുഞ്ഞിനായിട്ട് നിങ്ങളുടെ ഭവനത്തിൽ നല്ലൊരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. ദൈവികമായിട്ടൊരു അന്തരീക്ഷം, ദൈവ സാന്നിധ്യമുള്ള ഒരു അന്തരീക്ഷം, ദൈവഭയത്തിൽ ജീവിക്കുന്ന ഒരു ഭവനം, കണ്ണുനീരിനെ തുടയ്ക്കുന്ന ഒരു ഭവനം, ദൈവത്തിന്റെ സ്നേഹത്തെ അറിയുന്ന ഒരു ഭവനം, ദൈവകൃപയിൽ ആശ്രയിക്കുന്ന ഭവനം, ദൈവവിശ്വാസത്തിൽ വളരുന്ന ഭവനമായിട്ട്, ആ ഒരു ഭവനമായിട്ട് നിങ്ങളുടെയും എന്റെയും ഭവനത്തെ ആക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനായിട്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ ആദ്യമേ തുറന്നു കൊടുക്കണം. ആ ദൈവത്തിന്റെ വചനത്തെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ദൈവത്തെ മാത്രം സ്നേഹിച്ച് ദൈവത്തെ മാത്രം സേവിച്ച് ആദ്യമേ അപ്പനും അമ്മയും ഭർത്താവും ഭാര്യയും മുൻപോട്ട് വരണം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളിൽ ദൈവം വെച്ചിരിക്കുന്ന ആ വിശ്വാസത്തെ അവർക്കും പകർന്നു കൊടുക്കണം. അവരെ ഉപദേശിക്കണം. ദൈവികമായ കാര്യങ്ങളിൽ കുഞ്ഞുങ്ങളോടുകൂടെ കട്ടിലിൽ കിടക്കുമ്പോൾ, ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ, എന്നും ഭവനങ്ങളിൽ ഭവന പ്രാർത്ഥനയിൽ തീർച്ചയായിട്ടും ഭവന പ്രാർത്ഥന ഉണ്ടാകണം. ഭവനങ്ങൾ ഓരോ ദിവസവും കുടുംബ പ്രാർത്ഥന ഉണ്ടാകണം. ആ വേളകൾ അന്യോന്യം കാര്യങ്ങൾ സംസാരിക്കാനുള്ള അവസരങ്ങളായിട്ട് ഉപയോഗിക്കുക. അത് കഴിഞ്ഞ് ഒരുമനപ്പെട്ട ഐക്യത്തോടെ പ്രാർത്ഥിക്കുക. ദൈവം എന്താണ് പറഞ്ഞ? കർത്താവ് പറഞ്ഞത്, നിങ്ങൾ 2 or 3 പേർ ഈ ലോകത്തിലെ ഒരുമനപ്പെട്ട് ഐക്യപ്പെട്ട് എന്തിനെപ്പറ്റി പ്രാർത്ഥിച്ചാലും ദൈവം നിങ്ങൾക്ക് ഉത്തരം നൽകും. മാതാപിതാക്കളും കുഞ്ഞുങ്ങളും 2 ആയേ, അമ്മയും ഭർത്താവും ഭാര്യയും 2 ആയേ, ഒരു കുഞ്ഞോടാവുമ്പോൾ 3 ആയി, 2 കുഞ്ഞുങ്ങളോടാവുമ്പോൾ 4 ആയി, 2 or 3 പേർ 4 ആയി കഴിഞ്ഞു. ഹല്ലേലൂയ. ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. ഐക്യത്തോടെ പ്രാർത്ഥിക്കുന്നു, ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. അങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരിക. ദൈവത്തിനായിട്ട്, ദൈവത്തെ സേവിക്കുന്ന മക്കളായിട്ട്, ദൈവത്തെ സേവിക്കുന്ന കുടുംബമായിട്ട് നമ്മളുടെ ഓരോരുത്തരുടെയും കുടുംബത്തെ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാം.
വീണ്ടും പറയട്ടെ, കല്യാണത്തിനായിട്ട് ഒരുങ്ങുന്നവർ, വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്നവർ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സംസാരിക്കുന്നത്, the boy and girl, you should be talking about the things of God. ദൈവകാര്യങ്ങൾ, ദൈവത്തിന്റെ സ്നേഹമായിരിക്കണം നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനം. അതിലായിരിക്കണം നിങ്ങളുടെ കുടുംബജീവിതത്തെ നിങ്ങൾ പണിയുന്നത്. അങ്ങനെ നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ യോസഫിന്റെയും മറിയയുടെയും ഭവനം പോലെ യേശു ജനിക്കുന്ന, യേശുവിന്റെ സാന്നിധ്യം വളരുന്ന, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറപ്പെടുന്ന ഭവനമായി തീരും. നമ്മളുടെ ഓരോ കുഞ്ഞുങ്ങളും നമ്മുടെ ദൈവം അവിടെ കരങ്ങളിൽ തന്നിരിക്കുന്ന ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കൂടി യേശു ക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടുവാൻ വേണ്ടിയിട്ടാണ്. Every child given to us is with a purpose that God's name will be glorified through that child. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ആ ഒരു ഉദ്ദേശത്തോടെ വളർത്തുക. തുടക്കം മുതലേ ആ ഒരു ദൈവികമായിട്ടുള്ള അടിസ്ഥാനം കൊടുക്കുക. അങ്ങനെ വളരുമ്പോൾ നമുക്ക് യോശുവയെ പോലെ പറയുവാൻ കഴിയും, തലമുറ തലമുറയായിട്ട് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. അതിനായിട്ട് നിങ്ങൾ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നമ്മൾക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് സ്തോത്രം. ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് വിളിച്ച് വേർതിരിച്ച് യേശുവിന്റെ രക്തത്താൽ കഴുകി വെടിപ്പാക്കി അങ്ങയുടെ മക്കളായി തീർത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ദൈവമേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങ് നല്ലൊരു കുടുംബ ജീവിതത്തെ തന്ന് അനുഗ്രഹിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് അവിടുന്ന് തന്ന കർത്താവേ, ഓരോ ഭർത്താവിനും അവിടുന്ന് നൽകിയ ഭാര്യയ്ക്കായിട്ട് സ്തോത്രം, ഭാര്യയ്ക്ക് അവിടുന്ന് കൊടുത്ത ഭർത്താവിനായിട്ട് സ്തോത്രം. ഒരു കുടുംബമാക്കി ഓരോ വ്യക്തികളെയും തീർത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം ദൈവമേ. അതുപോലെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം. ദൈവമേ, ഞങ്ങൾ മനസ്സിലാക്കുന്നു അങ്ങ് ഞങ്ങളുടെ മേൽ വലിയൊരു ചുമതല വെച്ചിരിക്കുന്നുവെന്ന്. ഈ കുഞ്ഞുങ്ങളെയൊക്കെയും ദൈവികമായ ഒരു അന്തരീക്ഷത്തിൽ, ദൈവസ്നേഹത്തിൽ, ദൈവഭയത്തിൽ, യഹോവ ഭക്തിയിൽ വളർത്തുവാൻ ഞങ്ങൾ ഓരോ പിതാക്കന്മാരും മാതാക്കളും അത് കടമപ്പെട്ടവരാണല്ലോ കർത്താവെ. അത് ഞങ്ങളെ അങ്ങ് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണല്ലോ കർത്താവ്. അത് ഞങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കുന്നു. ഇന്ന് ഞങ്ങൾ കേട്ട വചനത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു ദൈവമേ. ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റേണ്ട സ്ഥലങ്ങൾ അവിടുന്ന് ഞങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. പല നാളുകളായിട്ട് അവിടുന്ന് സംസാരിക്കുകയാണല്ലോ ദൈവമേ. ഇന്ന് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ രക്തത്തിന് മറവിലേക്ക് ഞങ്ങളെ തന്നെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ പല കാര്യങ്ങൾക്ക് ഞങ്ങൾ വളരെ പ്രാധാന്യം കൊടുത്തു. ഞങ്ങളുടെ കുടുംബ ജീവിതത്തെക്കാൾ മറ്റു ചില കാര്യങ്ങൾക്ക് ഞങ്ങൾ പ്രാധാന്യം കൊടുത്തു കർത്താവെ. ഇന്ന് അതിൽ നിന്നൊക്കെയും അകന്നു വന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആദ്യമേ അങ്ങയെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അതുപോലെ അങ്ങയുടെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിലെ മക്കൾക്ക് പകർന്നു കൊടുക്കുവാൻ, ഉപദേശിച്ചു കൊടുക്കുവാൻ, അവരോട് കൂടെ സമയം ചെലവഴിച്ച് ആത്മീയമായിട്ട് വളർത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ഭവനങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വേദനയിലായിരിക്കുന്ന ഭവനങ്ങൾ, സങ്കടത്തിലായിരിക്കുന്ന ഭവനങ്ങൾ കർത്താവെ, അവിടെയൊക്കെയും അവിടുന്ന് ഇന്ന് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഭവനങ്ങളിൽ കർത്താവെ മുറിവുകൾ ഉണങ്ങട്ടെ കർത്താവെ. അകൽച്ചകളെല്ലാം കർത്താവെ അടുക്കപ്പെടുവാൻ ഇടയാകണമേ. അകന്നിരിക്കുന്ന വ്യക്തികളെ കർത്താവെ ഇന്ന് അവിടുന്ന് അടുപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹത്തിൽ അങ്ങയുടെ മക്കൾ അടുത്തു വരുവാൻ ഇടയാകണമേ, ഒന്നാകുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഒരിക്കലും അകൽച്ചയിൽ ഇരിക്കാതെ കർത്താവെ, ദൈവ സ്നേഹത്തിൽ കർത്താവെ, ഭർത്താവ് ഭാര്യയും അടുത്തു വന്ന് കർത്താവെ, അതുപോലെ കുഞ്ഞുങ്ങളും മാതാപിതാക്കളും അടുത്തു വന്ന് സ്നേഹത്തോടെ മുൻപോട്ട് നീക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുഞ്ഞുങ്ങൾ അങ്ങയുടെ ദാനമാണ്, തികഞ്ഞ വരമാണ്, അനുഗ്രഹമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. ജെയിംസ് 1:17. ഈ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും കർത്താവെ ദൈവഭയത്തിൽ വളർത്തിക്കൊണ്ടുവരുവാൻ, അങ്ങേക്കായിട്ട് കർത്താവെ ഓരോ കുഞ്ഞുങ്ങളും ജീവിക്കുവാൻ, അവരുടെ ജീവിതകാലം ഒക്കെയും ജീവിക്കുവാൻ, സേവിക്കുവാനായിട്ട് അവരെ ഒരുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ചില ഭവനങ്ങളിൽ കർത്താവെ ജനിക്കുവാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞുങ്ങൾക്കായിട്ട് കർത്താവെ ഓരോ മാതാവും പിതാവും ഒരുങ്ങുമ്പോൾ കർത്താവെ പ്രാർത്ഥനയിലായിരിക്കുവാൻ, പ്രാർത്ഥനയോടെ കർത്താവെ കുഞ്ഞുങ്ങളെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്ന മക്കൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളും ഇന്ന് കേട്ടതുപോലെ യോസഫിനെയും മറിയയെയും പോലെ ദൈവിക കാര്യങ്ങൾ താല്പര്യമുള്ളവരായി എന്റെ ഭവനത്തിൽ, എന്റെ ജീവിതത്തിൽ യഹോവയാലുള്ളത് ജനിക്കണം, നല്ലത് ജനിക്കണം, എന്റെ കുടുംബ ജീവിതത്തിൽ അത് വളരെയണം, ദൈവത്തിന് മഹത്വം വരണം എന്നുള്ള ആഗ്രഹത്തോടെ മുൻപോട്ട് നീങ്ങുവാൻ ഓരോ വ്യക്തികളെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അങ്ങ് ഞങ്ങളോട് സംസാരിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം, ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. എല്ലാ പുകഴ്ചയും അങ്ങേക്ക് നൽകുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയുണ്ടായി കേൾക്കണം. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.